മക്കളുടെ പേരിൽ നമ്മൾ ഗോൾഡ് വാങ്ങി വെക്കുന്ന ഒരു രീതി നമുക്ക് ഉണ്ടാവാറുണ്ട്. മക്കൾ ഇപ്പം പെൺകുട്ടികളെ പ്രത്യേകിച്ച് ജനിക്കുമ്പോൾ മുതൽ നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യും. ആഭരണമായിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഗോൾഡ് വാങ്ങി വെക്കുന്നതിനേക്കാൾ നല്ലൊരു കാര്യമാണ് മക്കളുടെ പേരിൽ ഒരു ഷെയർ വാങ്ങി വെക്കുന്നത്. ഇതിന് രണ്ടും നല്ലതാണ്. ഇതിനൊരു ബാലൻസ് അപ്രോച്ചാണ് വേണ്ടത്. കാരണം നമ്മളെപ്പോഴും ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും മൊത്തമായിട്ട് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. നമ്മൾ ചിലപ്പോൾ ഒരു ഷെയർ മാർക്കറ്റിൽ വേണമെങ്കിൽ ഒരു യങ് കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 70% ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക, 20% ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക, 10% ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ അസറ്റ് ലൊക്കേഷൻ ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ പറയില്ലേ നാട്ടിൽ അധികമായാലും അമൃതം വിഷം എന്നൊക്കെ പറയില്ലേ, അതേമാതിരിയാണ് ഈ പറഞ്ഞ ഒരു കാര്യം പറയുന്നത്. അപ്പം നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കിയും കണ്ടിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഇതാണ് സയൻറ്റിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പൈസയും ഷെയറിലിട്ട് കഴിഞ്ഞാൽ ആ ഷെയർ നന്നായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ ഇമ്മൻസ്ലി റിച്ച് ആവും. പക്ഷെ അവർക്ക് ഭാഗ്യമില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മാത്രം മതി മൊത്തം പോകാനായിട്ട്. അതുപോലെ തന്നെ ഗോൾഡ് ETF വാങ്ങി വെക്കുന്നത് ആഭരണം വാങ്ങുന്നതിനേക്കാൾ കുറച്ചും കൂടെ നല്ല തീരുമാനമാണ് നമ്മൾ പറയുമല്ലോ. കാരണം നമ്മൾ പണിക്കൂലി ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു പ്രധാന കാരണം നമുക്കൊരു ആഭരണം വിൽക്കുമ്പോൾ അതിനോടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും. നമുക്കത് വേഗം വിൽക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ചും കൂടെ ചിന്തിക്കും. അപ്പം ഈ ചിലർക്ക് ഇത് പിടിച്ചു നിൽക്കാൻ കഴിയില്ലാതെ ഒരു മാർക്കറ്റ് ഇടിയുമ്പോൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് വേഗം ETF വിറ്റൊഴിവാക്കുക അല്ലെങ്കിൽ ഷെയറുകൾ വിറ്റൊഴിവാക്കുന്ന രീതി ഉണ്ടല്ലോ. അപ്പം ഏതാണ് നല്ലത്, ആഭരണമായി വാങ്ങുന്നതാണോ അതോ ഇങ്ങനെ ഗോൾഡ് ഷെയർ ETF ഒക്കെ വാങ്ങുന്നത്? ആഭരണം ഡെഫിനറ്റ്ലി അതിൽ പണിക്കൂലി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ആക്ച്വലി അതിൻ്റെ വില 90 രൂപയുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ETF നോ ഡൗട്ട് അതിൽ കുഴപ്പമില്ല. ഇനി നമുക്ക് തുടരണം ഫീൽ ചെയ്യണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ല ഇടയ്ക്കിടയ്ക്ക് കിട്ടണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആഭരണം ഈസ് ഓൾവേസ് ഗുഡ്. പിന്നെ ഈ പറഞ്ഞ ഇമോഷണൽ കണക്ട് ഉണ്ട്, എൻ്റെ അമ്മൂമ്മ തന്ന ഗോൾഡ്, അപ്പോൾ വിൽക്കില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. പക്ഷേ അത് നമ്മുടെ ഫാമിലിയുടെ ഒരു ഓർമ്മയ്ക്കും വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്യണം. അതിൻ്റെ പർപ്പസേ വേറെയാണ്. പക്ഷേ if you're considering pure investment, ETF or mutual fund. അതുപോലെ മക്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിവാഹം ഇതൊക്കെ കണ്ടുകൊണ്ട് പണം സേവ് ചെയ്യുന്ന പാരൻസ് ഉണ്ടല്ലോ, അവർക്ക് നേരത്തെ തന്നെ വാങ്ങി വെക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഫണ്ടുകളുണ്ടോ, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടുകളുണ്ടോ, അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? അല്ല, നമ്മൾ നോക്കേണ്ട കാര്യം ചിലപ്പോൾ ഫണ്ടുകൾ നോക്കണമെങ്കിൽ ഈസി ആയിട്ട് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു പുരോഗമനം പറയുന്നത് ഇൻഡെക്സുകൾ വെച്ചിട്ടാണ്. ഇപ്പോൾ എപ്പോഴും നമ്മൾ ഇപ്പം നിങ്ങളുടെ പത്രത്തിലൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ET-ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം വരുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് എന്ന് പറയുന്നത് എപ്പോഴും Nifty 50 വെച്ചിട്ടാണ് പറയണത്, അല്ലെങ്കിൽ സെൻസെക്സിനെ പറ്റിയിട്ടാണ് പറയണത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് വാങ്ങി വെക്കാന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന് ഒന്നും അറിയില്ല എന്നാൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Nifty 50 ETF വാങ്ങി വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ആ ടോപ്പ് 50 കമ്പനികളിൽ യു ആർ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഇത് തന്നെ ചെയ്താൽ മതി ഈ പറഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഒന്നും നോക്കണ്ട എന്നുണ്ടെങ്കിൽ Nifty 50 വാങ്ങി വയ്ക്കുക. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യത്തെ കാര്യം വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. കാരണം ചിലപ്പോൾ ഇപ്പോൾ ചില ടൈമിലൊക്കെ ഇപ്പോഴല്ല, നമുക്ക് കുറച്ച് നാൾ മുന്നേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചില സെക്ടറുകളൊക്കെ നല്ല രീതിയിൽ റിട്ടേൺ വന്നത്, ഇപ്പോൾ 100% ഒരു വർഷത്തിൽ റിട്ടേൺ തന്ന ഫണ്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കണം അടിപൊളി, ആ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെയാണ്. ചിലപ്പോൾ ഓൾറെഡി യു ഹാവ് ഗിവൺ എ പീക്ക്, ഇനി നമ്മൾ എപ്പോഴും ഒന്ന് ആവറേജ് ഔട്ട് ചെയ്യണം. അപ്പം ഇനി അടുത്ത കുറച്ചാളേക്ക് ചിലപ്പോൾ ആ ഫണ്ട് നെഗറ്റീവ് പെർഫോമൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. നല്ലൊരു റാലി തന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ആവറേജ് ഔട്ട് ചെയ്യാനായിട്ടുള്ള നമ്മൾ ഇത്ര നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു മാർക്കറ്റ് ഒരു 15% അല്ലെങ്കിൽ ഒരു നിഫ്റ്റി തന്നേക്കണം 15% തന്നേക്കണമെന്നായിരിക്കും. ഒരു ഫണ്ട് 100% ഒറ്റയടിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചാൻസ് ഭയങ്കര കൂടുതലാണ് അടുത്ത ഒരു 2-3 വർഷത്തേക്ക് അതൊരു നെഗറ്റീവ് റിട്ടേൺ തരാം. കാരണം എങ്ങനെയാണെങ്കിൽ ആവറേജ് റിട്ടേൺ 15 ആവുള്ളൂ. ഇനി അപ്പോൾ ആ ഒരു ഇപ്പോൾ പെർഫോമൻസ് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒന്ന്. പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ കോപ്പി അടിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇപ്പോൾ പറയണ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അയാൾ നന്നായിട്ട് സ്ലിമ്മായിട്ട് ഫിറ്റായിട്ടാണ് ഇരിക്കുന്നത്. അയാൾ കഴിക്കണ ഭക്ഷണം ഞാൻ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഭക്ഷണം കഴിക്കാനുള്ള ശേഷി നമുക്കുണ്ടാവില്ല. കാരണം അയാൾ ചിലപ്പോൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ദാറ്റ് വോണ്ട് മാച്ച് അവർ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മോട്ടിവേഷൻ പോകും, നമ്മൾ പരിപാടി നിർത്തും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ റൈസ് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ തലവേദന വരും. അപ്പോൾ ഇറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം ഈ പറഞ്ഞ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ. പിന്നെ എപ്പോഴും ചേഞ്ച് ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ ഒരു ചേഞ്ച് വെച്ചാൽ എപ്പോഴും വിറ്റും വാങ്ങിയിട്ടിരിക്കാൻ നോക്കുക. ഇപ്പോൾ ചിലപ്പോൾ ചില ഫണ്ട് ഒറ്റയടിക്ക് ചിലപ്പോൾ വാങ്ങി ഒരു വലിയ റിട്ടേൺ തന്നു. അപ്പോൾ ആ ഫണ്ടിൽ ഓക്കെ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇനി അടുത്തതിലേക്ക് പോകാണ്ടിരിക്കുക.
പിന്നെ എനിക്കൊന്നും അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോമൺലി ആൾക്കാർ കേൾക്കുന്ന കാര്യം വെച്ചാൽ 10 രൂപ ഉള്ളൂ NFOക്ക് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ആ 10 രൂപ NFOയും വില 10 രൂപയുള്ളൂ യൂണിറ്റിന്, കുറഞ്ഞ വിലയാണ് എന്ന് പറഞ്ഞിട്ട് വാങ്ങണ ഒരു ശീലമുണ്ട്. അത് അതിനർത്ഥം അതിനത്രേ വിലയുള്ളൂ എന്നാണ്. അല്ലാതെ 10 രൂപ എന്ന് പറഞ്ഞിട്ട് അത് കുറവൊന്നുമല്ല. ഇപ്പോൾ ചിലത് 1000 രൂപ ഉണ്ടെങ്കിൽ അതിനർത്ഥം 1000 രൂപ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഏറ്റവും വാല്യൂബിൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓട്ടോറിക്ഷ, ടൂ വീലർ ആയിരിക്കും. എന്തിനാ മെഴ്സിഡസ് ബെൻസ് വാങ്ങണത്? കാരണം ബിക്കോസ് മെഴ്സിഡസ് ബെൻസിന് അതിൻ്റെ വിലയുണ്ട്. അതിൻ്റെ കാര്യമാണ്.